ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറച്ച് മാലാം കിട്ടിയിട്ടുണ്ട്. അത് മുറിച്ചെടുത്ത് ഫ്രൈ ആക്കി എടുക്കുന്നതും, ഇടിച്ചക്ക മുറിച്ചെടുത്ത് തോരനുണ്ടാക്കുന്നതും, ചീര കൊണ്ടൊരു തോരൻ, മത്തൻ കറിയും. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഇടിച്ചക്ക ഇതുപോലെ മുറിച്ചെടുക്കണം. തൊലിയെല്ലാം കളഞ്ഞ് ഇങ്ങനെ നീളത്തിൽ മുറിച്ചെടുത്ത് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വേവിച്ചിട്ട് ഉടച്ചെടുക്കുകയല്ല. ഇതുപോലെ മുറിച്ചെടുത്താൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇടിച്ചക്ക ഉണ്ടാക്കുന്ന സമയത്ത്. കുറച്ച് മൂത്തിട്ടുള്ള ഇടിച്ചക്കയെല്ലാം ഇതുപോലെ മുറിച്ചെടുത്ത് ഉപ്പേരി ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഇത് വളരെ നേരിയതായിട്ട് മുറിച്ചെടുത്താൽ മതി. പിന്നെ വേവിച്ച് ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതെല്ലാം മുറിച്ചെടുത്ത് നമുക്ക് തോരൻ ഉണ്ടാക്കാം. ഇനി മീൻ മുറിച്ചെടുത്ത് ഇങ്ങനെയാണ്, ഈ കത്തി കൊണ്ടാണ് ഞാൻ മീൻ മുറിച്ചെടുക്കുന്നത്. ഇതിൽ മുറിക്കാനാണ് ഇഷ്ടം. പെട്ടെന്ന് മുറിച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എത്ര വലിയ മീനും ഇതിൽ മുറിച്ചെടുക്കാം. ഇതാകുമ്പോൾ എളുപ്പത്തിൽ തൊലിയെല്ലാം കളഞ്ഞ് ഇതെല്ലാം കളഞ്ഞ് എടുക്കാൻ പറ്റും പെട്ടെന്ന്. ഇതുപോലെ ചെയ്താൽ മതി. മീനെല്ലാം ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുക. അതിൻ്റെ ഉള്ളിലുള്ള അണറെല്ലാം എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അണറ് നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക പൊരിച്ച് കഴിഞ്ഞാൽ. ഇനി ഇതിന് ഇങ്ങനെ ഒരു വരി ഇട്ട് കൊടുക്കണം. എന്നാൽ മസാലകളെല്ലാം ഇതിന് പിടിക്കും. ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ മസാല ഉള്ളിലോട്ട് പിടിക്കും. ഇങ്ങനെ വരിയിട്ട് മീനെല്ലാം മുറിച്ച് കഴുകിയെടുത്ത് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ പിരിയമുളക് പൊടിയും. ഇനി ഇതിലേക്ക് സ്പെഷ്യൽ സാധനം ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാല പൊടി ചേർത്ത് മീൻ ഫ്രൈ ആക്കിയാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മീനിൽ മസാലയെല്ലാം പുരട്ടിയെടുക്കണം. ഇങ്ങനെ മസാലയെല്ലാം നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് കുറച്ച് സമയം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത് മീൻ ഫ്രൈ ആക്കി എടുത്താൽ മീൻ കഷ്ണങ്ങളിലെല്ലാം മസാലയെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ മീൻ പുരട്ടിയ ഉടനെ പൊരിച്ചെടുത്താൽ അത്ര ടേസ്റ്റ് കിട്ടില്ല. ഇനി ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ച് ഒരു കഷ്ണം നാരങ്ങ പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. മീൻ ഫ്രൈ ആക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റും നല്ല ഫ്രഷ്നെസ്സും ഉണ്ടാവും. ഇനി ഇത് ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് ഈ മീൻ വെച്ച് പൊരിച്ചെടുക്കുക. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കറിവേപ്പിലേൻ്റെ മണം കൂടെ ടേസ്റ്റും കൂടെ മീനിലേക്ക് കിട്ടും. ഇനി അടിവശം മൊരിഞ്ഞതിന് ശേഷം മറിച്ചിടുക. മീനിൻ്റെ അണറും കൂടെ പൊരിക്കാൻ വെക്കുന്നുണ്ട്. ഈ മസാലയിലേക്ക് അണറിട്ട് കൊടുത്ത് ഇതുപോലെ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. മത്തനാണ് ഇന്നത്തെ കറി. മത്തൻ, ചീരപ്പേരി, ഇടിച്ചക്ക തോരൻ, അച്ചാർ, ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതുപോലെ ഒന്ന് മീൻ പൊരിച്ച് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.